نعمه ويكافي مزيدا. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. آمين. ഒരുപാട് ദൂരങ്ങൾ താണ്ടി കടൽ കടന്നു വിശുദ്ധമായ കഅബയുടെ മണ്ണിലേക്ക് ഞങ്ങൾ വന്നു. അവിടുന്ന് ഒരുപാട് സമയം ഈ കുന്നുകയറിയിട്ട് നിന്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വഹി ലഭിച്ച അവിടെ ഇരുന്ന ഈ ഗുഹയുടെ സമീപം ഞങ്ങൾ വന്നു. റബ്ബേ, ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. ആമീൻ. ഇത് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം. ആമീൻ. ഇവിടേക്കെത്താൻ ഞങ്ങൾ നടന്ന ഓരോ ചവിട്ടടിയും പാപം പൊറുക്കാൻ കാരണമാക്കണേ. ആമീൻ. ഉയരാൻ കാരണമാക്കണേ. ആമീൻ. എന്തൊരു മുറാദാണോ ഓരോരുത്തരും മനസ്സിലുള്ളത് എല്ലാ മുറാദുകളും ഹാസിലാക്കണേ. ആമീൻ. ഹൈറായ വീട് നൽകണേ. ആമീൻ. രണ്ട് പെൺകുട്ടികൾ രണ്ട് മക്കൾക്ക് മക്കളായിട്ടില്ല, ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല റാഹത്തുള്ള മക്കളെ നൽകണേ അല്ലാ. ആമീൻ. നല്ല റാഹത്തുള്ള മക്കളെ നൽകണേ റഹ്മാനേ. നല്ല റാഹത്തുള്ള മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാര്, ഉപ്പമാര്, വല്യമാര്, വല്യപ്പാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഇങ്ങോട്ടും അങ്ങോട്ടും സ്നേഹിക്കുന്ന അമ്മമാര്, അമ്മായിമാര്, എളാമ മൂത്തമ്മമാര്, എളാപ്പ മൂത്താപ്പമാര്, കൂട്ടുകുടുംബ ബന്ധുമിത്രങ്ങൾ, ഇഷ്ടക്കാര്, ഭാര്യ ഭർത്തർ, കുടുംബ ബന്ധുമിത്രങ്ങൾ, പഠിക്കുന്ന കാലത്തും മറ്റും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങൾക്ക് അർസൽസമം ഭക്ഷണം തന്നവർ, വയലിന് മുമ്പ് ഭക്ഷണം തന്നവർ, ഞങ്ങളെ കൂടെ യാത്ര ചെയ്തവർ, ദുആ ചെയ്യാൻ എത്തിച്ചവർ, സഹായിച്ചവരും മുഴുവൻ ആളുകളുടെയും എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. ആമീൻ. പ്രയാസമുണ്ടിരിക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണേ. ആമീൻ. അല്ലാഹുവേ, വിഷമങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും മനസ്സിലെന്താവുമെന്ന് എനിക്കറിയാതെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകണേ. ആമീൻ. വീടില്ലാത്തവർക്ക് നല്ല വീട് ആമീൻ. വീടിന്റെ പണികൾ പൂർത്തിയാക്കി ബിസിനസ് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തിലാക്കി. കച്ചവടങ്ങളിലും ഹോട്ടലുകളും മറ്റും ചെക്കിംഗ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ ഫത്ഹ് നൽകണേ. 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 അല്ലാഹുവേ, കല്യാണപ്രായമായവർക്ക് നല്ല ഇണകൾ നൽകണേ. കല്യാണം കഴിഞ്ഞോടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകണേ. കുടുംബ ബന്ധങ്ങളിൽ പലരും ഗർഭിണികളാണ്. റാഹത്തുള്ള ഹൈറായ പ്രസവം നൽകണേ. അല്ലാഹു, ഉസ്താദിന്റെ രണ്ട് മരുമക്കൾ ഗർഭിണികളാണ്. റാഹത്തുള്ള പ്രസവം നൽകണേ. ദീർഘകാല അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷ നൽകണേ. അല്ലാഹുവേ, വ്യത്യസ്തങ്ങളായ രോഗങ്ങളും തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ശിവ നൽകണേ. തലയിലും ബ്ലഡ് കോട്ടാകുന്നവർക്ക് ശിവ നൽകണേ. അല്ലാഹുവേ, തൊണ്ടവേദന, ടോൺസിൽ, കണ്ണെന്ന് വെള്ളരിക്കുന്നവർ, കാഴ്ചക്കുറവ്, ചെവിവേദന, ചെവി നടിക്കുന്നവർ, കേൾവിക്കുറവ് ശിവ നൽകണേ. വീക്കം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും തൊണ്ടവേദനയുണ്ട്, കൂറ്റടപ്പുള്ളവരുണ്ട്, ജലദോഷമുള്ളവരുണ്ട്, അമല് മുടങ്ങുന്ന ഒരു രോഗവും നൽകല്ല. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ട് റൂമിൽ കടന്നു പോകുന്ന ഒരവസ്ഥ നൽകല്ല. ചെയ്യുന്നുണ്ടെങ്കിലും താല്പര്യക്കുറവോടുകൂടി ചെയ്യേണ്ട രോഗങ്ങൾ പോലും ഞങ്ങൾക്ക് നൽകല്ല. എല്ലാ ആളുകളും പൂർണ്ണമായി ചെയ്യാൻ തൗഫീഖ് നൽകണമേ. റഹ്മാനായ റബ്ബേ, നെഞ്ചരിച്ചിലെ, മുഖച്ചിലെ, വയറ്റിൽ കാളിച്ച, ഗ്യാസ് ട്രബിൾ, കിഡ്നിയുടെ അസുഖമുള്ളവർ ശിഫ നൽകണേ. അസുഖമുള്ളവർ ശിഫ നൽകണേ. അസുഖമുള്ളവർ ശിഫ നൽകണേ. ശിഫ നൽകണേ. സംബന്ധമായ അസുഖം ശിഫ നൽകണേ. സംബന്ധമായ അസുഖങ്ങൾ ശിഫ നൽകണേ. അസുഖമുള്ള ശിഫ നൽകണേ. അസുഖമുള്ളവർ ശിഫ നൽകണേ. അസുഖമുള്ളവർ ശിഫ നൽകണേ. കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ശിഫ നൽകണേ. തൈറോയിഡ് കൊണ്ട് അടങ്ങേറാകുന്നവർ ശിഫ നൽകണേ. ഗർഭാശയത്തിൽ മുഴകളെ, ഗർഭപാത്രം എടുത്തു മാറ്റേണ്ട രോഗങ്ങൾ ശിഫ നൽകണേ. വെള്ളപ്പോക്ക്, വീടിന് പോരാത്ത രഹസ്യ അടങ്ങേറ് പിടിച്ച രോഗം ശിഫ നൽകണേ. മുട്ടുവേദന, കൈകൊണ്ടുവേദന, ഊരവേദന, പുറംവേദന, സന്ധികളിൽ വേദന ശിഫ നൽകണേ. വെള്ളുകേറുന്നവർ, മുടികൊഴിച്ചില്, ചെറിയ മക്കൾ ഉറക്കത്തിൽ മൂത്രയിച്ചോതുകൊണ്ട് ഒരു കുടുംബത്തിൽ വിരുന്ന് പോകാൻ പോലും കഴിയാതെ വിഷമിക്കുന്നവർ ശിഫ നൽകണേ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് വൈറായ മക്കളെ നൽകണേ. മക്കളെ നന്നാക്കി തരണേ. മോൻ അങ്ങനെ ചെയ്തു, നിന്റെ മോളെ അവിടെ കണ്ട് ഇവിടെ കണ്ടു നാട്ടുകാർ പറയുന്നൊരവസ്ഥ നൽകല്ല.
വലിയ വലിയ ആലിമീങ്ങൾ പോലും മക്കൾ തോന്നിയാസം കളിച്ച് അങ്ങാടിയിലിറങ്ങാൻ പറ്റാണ്ടായി പോകുന്നുണ്ട്. ഞങ്ങളെ മക്കളെ നന്നാക്കണേ ദോഷം പൊറുക്കണേ ശരീരങ്ങളോട് മക്കൾ നന്നാൻ ദ്വാരിക്കാൻ പറഞ്ഞപ്പോ നീ പോയി തൗബ ചെയ്യുന്ന പറഞ്ഞത്. ഞങ്ങളെ ദോഷം കൊണ്ട് മക്കളെ കേടെടുക്കല്ല, നന്നാക്കി തരണേ, നന്നാക്കണേ. കൂട്ടത്തിൽ ഓർമ്മക്കുറവുള്ളവർക്ക് നീ നൽകണയല്ല, പെട്ടെന്ന് മറന്നുപോകുന്ന അസുഖമുള്ളവരുടെ സുഖം നൽകണേ. ഞങ്ങളുടെ ജീവിതത്തിൽ ചിത്ത നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സന്തോഷം നൽകണേ. വിദേശത്ത് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറ് നൽകണേ റഹ്മാനെ. കല്യാണ പ്രായമായവർക്ക് ഇണകളെ നൽകണേ. ജീവിതത്തിൽ ബർക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ഭാര്യമാര് പലരിങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങളോട് വല്ലാതെ ദ്വാരിക്കാമെന്ന് ബർക്കത്ത് ചെയ്യണേ. ദ്വാരിക്കാമെന്ന് മുറാദ് ഹാസിലാക്കണേ. ഉസ്താദ്മാര് പലരും എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷവും നൽകണേ. അല്ലാഹ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, പ്രത്യേകം മുറാദുകൾ പറഞ്ഞവരുണ്ട്. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ. പ്രത്യേകിച്ച് വിശുദ്ധ മണ്ണൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചവരാണ്, അവരിവിടെ എത്തിക്കണേ റഹ്മാനേ. മരിച്ചുപോയ അമ്മമാര്, ഉമ്മമാര്, വല്യമാര്, വല്യപ്പാര്, ചേട്ടന്മാര്, കുടുംബക്കാര്, ഭർത്താക്കന്മാര്, മക്കള് മരിച്ചുപോയവരുണ്ട്. അവരെല്ലാവരുടെ ഖബറും സന്തോഷത്തിലാക്കണേ. ഞങ്ങളെ ഉപ്പമാരും ഉമ്മമാരും ഞങ്ങളെ തീറ്റിപ്പോറ്റാൻ കഷ്ടപ്പെട്ടപ്പോ അവർക്ക് മക്കയിലൊന്ന് വരാൻ പറ്റിയിട്ടില്ല. ജീവിതത്തിന്റെ സുഖങ്ങൾ എന്താന്ന് അവരറിഞ്ഞിട്ടില്ല. അവരെ കൈകൾ കാണിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാ, ശരീരം ചൊളിഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയാ. ഞങ്ങളൊന്ന് വീട്ടിലെത്താൻ വൈകിയാൽ അവർ ഉറങ്ങാറില്ല. സാമ്പത്തിക പ്രയാസം കൊണ്ട് അവർക്കൊന്നും മക്ക കാണാൻ കഴിഞ്ഞിട്ടില്ല, മദീനയിൽ വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെക്കാൾ ആഗ്രഹിച്ചവരാണ്. ഞങ്ങൾ ചെയ്തതിന്റെ മുഴുവൻ സവാബുകളും അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. വളരെ കഷ്ടപ്പെട്ടാണ് എന്റെ ഉപ്പയും എന്നെ ഒരു ഉസ്താദാക്കാൻ മൊയ്ലിയാറാക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട് സാമ്പത്തികമായി ഞെരുക്കത്തിലും അതൊന്നും കാണാതെ ഓതാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയുടെയും പ്രവാഹം അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. പ്രിയപ്പെട്ട വാപ്പമാര് പലരും പല നാട്ടിലെ ഖബറുകളിലാണ്, സന്തോഷാക്കണേ. അമ്മമാര് ഖബറിലാണ്, ഭർത്താക്കന്മാര് ഖബറിലുണ്ട്, മക്കള് ഖബറിലുണ്ട്, ഏട്ടാഞ്ചന്മാര് ഏട്ടാഞ്ചത്തിമാരും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന കുടുംബങ്ങളിലുള്ളവരും എല്ലാവരുടെ ഖബറും സന്തോഷാക്കണേ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഒരു വാതിൽ അവരെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ. ഞങ്ങൾക്കും മരിക്കണമല്ലോ, ഈമാനുള്ള മരണം തരണേ. പെട്ടെന്നുള്ള മരണം തരല്ല അല്ലാ, മരണം തരല്ല അല്ലാ, രോഗോ മരണോ തരല്ല അല്ലാ, സ്ഥലങ്ങൾ കഴിഞ്ഞ് മരിക്കേണ്ട അവസ്ഥ തരല്ല അല്ലാ. നിന്ന് കാവൽ നൽകണേ അല്ലാ, നിന്ന് കാവൽ നൽകണേ അല്ലാ, നിന്ന് കാവൽ നൽകണേ അല്ലാ. ജനങ്ങള് വെറുക്കുന്ന കടന്നടത്ത് മൂത്രിച്ച് കാറ്റിച്ചടങ്ങേറാവുന്ന ഒരവസ്ഥ നൽകല്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ശരീരം തളർന്നു പോകുന്ന സുഖം നൽകല്ല. റോക്ക് നൽകല്ല, നൽകല്ല. മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കേണ്ട ഒരവസ്ഥ നൽകല്ല റഹ്മാനേ. മുമ്പ് ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് തരല്ല. ജനിപ്പിച്ച അല്ലാഹ്, ജീവിപ്പിച്ച അല്ലാഹ് ഒക്കെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ ചോദിക്കാതെയാണ്, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. ഈമാനില്ലാത്ത മരണം തരല്ല അല്ലാഹ്. തെറ്റ് ചെയ്താൽ ഈമാൻ കുറഞ്ഞു പോകുമല്ലോ. ഞങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ പതിനെയും മണ്ണിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങളിവിടെ ചവിട്ടാൻ അർഹരല്ലല്ലോ. ഞങ്ങളെക്കാൾ നന്ദി കെട്ടവര് മക്കയിൽ വന്ന ലക്ഷങ്ങളിൽ ഒരാൾ പോലും ഉണ്ടാകൂലവർക്ക്. അത്രയും വൃത്തികെട്ട തോന്നിവാസികളായ മഹാകമാണികളാണ് ഞങ്ങൾ. അത്രയും എന്നോട് നന്ദികേട് കാണിച്ചവരാണ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. കൈകൾ നീ തന്നു, കാല് തന്നു. ആക്സിഡന്റ് പറ്റിയിട്ട് വണ്ടിയിൽ കാലങ്ങോട്ട് കയറിയിറങ്ങിയിട്ട് കാലിന് വണ്ടി കയറി ഇറങ്ങി കാലിങ്ങനെ മുറിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഉള്ള കാലിന് സ്ട്രോക്ക് വന്ന് ശേഷി പോയത് കണ്ടിട്ടുണ്ട്. ഈ കാലിന് ശേഷി തന്നറപ്പോ കാലുകൊണ്ട് ഇത്ര ഹറാമിലേക്കാ ഞങ്ങൾ പോയത്, കൈകൊണ്ട് ഇത്ര ഹറാമാ ചെയ്തത്. ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്.
കണ്ടുകൊണ്ട് ഹറാമാ കണ്ടത്